വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ മുട്ട എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട ഫ്രഷ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗളിൽ വെള്ളം എടുക്കുക, അതിലേക്ക് മുട്ട ഇടുക. അപ്പോൾ ഇതേപോലെ ഫ്ലാറ്റായിട്ട് ഹൊറിസോണ്ടലായിട്ട് കിടക്കുകയാണെങ്കിൽ മുട്ട നല്ല ഫ്രഷ് മുട്ടയാണ്. അടുത്ത ഇടാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മുട്ടയുടെ ബ്രോഡറായിട്ടുള്ള ഭാഗം, പോയിൻറ്റഡ് ആയിട്ടുള്ള അല്ല, ബ്രോഡറായിട്ടുള്ള ഭാഗം പൊങ്ങിയിരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം അത്ര ഫ്രഷ് അല്ല, മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഫ്രഷ് അല്ലാത്ത മുട്ടയാണ്. പഴക്കം ചെല്ലും തോറും മുട്ട ഇങ്ങനെ പൊങ്ങി വരും. ഒരെണ്ണം കൂടെ ചെക്ക് ചെയ്യാം. കണ്ടോ, ഇതും അതുപോലെ തന്നെ ആ ബ്രോഡർ എൻഡ് പൊങ്ങിയേ വരുന്നത്, അതായത് അത്ര ഫ്രഷ് അല്ലാത്ത മുട്ടയാണ്. അപ്പോൾ അതാണ് ഫ്രഷ്നെസ്, നമ്മളിങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ മുട്ട സ്റ്റോർ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ മുട്ട ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ സൂക്ഷിക്കുമ്പോൾ അതെങ്ങനെ വെക്കണ്ടേന്നുള്ളതാണ് പറയുന്നത്. മുട്ട നമ്മൾ വെക്കുമ്പോൾ സാധാരണ കാണാറുള്ളത് എല്ലാവരും ഇങ്ങനെ വെക്കും. പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഈ കൂർത്ത വശം നമ്മൾ മേലെയാക്കിയാണ് മിക്കവരും സ്റ്റോർ ചെയ്യുക. എപ്പോഴും മുട്ട സ്റ്റോർ ചെയ്യേണ്ടത് ശരിക്കുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബ്രോഡറായിട്ടുള്ള ഭാഗം, ഈ വീതിയുള്ള ഭാഗം മേലെ വരുന്ന പോലെ വേണം, ആ പോയിൻറ്റഡ് എൻഡ് താഴേക്കും ആക്കി വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇതേപോലെ വേണം മുട്ട സ്റ്റോർ ചെയ്യാൻ. മുട്ട എപ്പോഴും സ്റ്റോർ ചെയ്യേണ്ടത് ഫ്രിഡ്ജിലാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ് ബോയിൽഡ് എഗ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുകയാണ്. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മുട്ടയിടാം. ചൂട് കുറച്ച് വെച്ചിടാം. ഇനി ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് അടച്ച് ഒരു 4 മിനിറ്റ് വെക്കുക. 3 to 4 മിനിറ്റ്സ് ആണ്. നല്ല സോഫ്റ്റായിട്ട് വേണമെങ്കിൽ 3 മിനിറ്റ് മതിയാവും. 3 to 4 മിനിറ്റ്സ് അടച്ച് വെക്കാം. നമ്മുടെ ടൈമായി. മുട്ട നേരെ എടുത്ത് എഗ് കപ്പിലേക്കോ ഐസ് കോൾഡ് വാട്ടറിലേക്ക് ഇടുക. കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ്. സോഫ്റ്റ് ബോയിൽഡ് അല്ലെങ്കിൽ വാട്ടിയ മുട്ട അത് ചെക്ക് ചെയ്യാം. വൈറ്റ് ജസ്റ്റ് സെറ്റാണ്. ഇതിലേക്ക് സോൾട്ട്, പെപ്പർ, പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ഇടും. ഇനി ഇതേപോലെ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം. ഇങ്ങനെ പൊട്ടിക്കാനൊരു വശമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബോളിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിലും ഇതേപോലത്തെ ടോസ്റ്റഡ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. ജസ്റ്റ് അതിൻ്റെ ടെക്സ്ചർ കാണിക്കാം. കുറച്ച് പുറത്തേക്ക് ചാടും, അത് പ്രോബ്ലം ഇല്ല. ഇതേപോലെ വരും. അയ്യോ, വൈറ്റ് കുറച്ച് സെറ്റാണ്, യോക്ക് ഇതേപോലെ കിട്ടും. അടുത്തായിട്ട് നമുക്ക് ഹാർഡ് ബോയിൽഡ് എഗ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് 2 മുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പം നല്ല ഒരു തിള വരാറാകുമ്പോൾ ഇതേപോലെ ഒരു ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് അടച്ച് ഒരു 13 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. 13 to 14 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. 13 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചേക്കായിരുന്നു. എൻ്റെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒന്നുകിൽ തണുത്ത വെള്ളത്തിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ചൂടുവെള്ളത്തിൽ നിന്ന് എടുക്കുക. മുട്ട നമ്മൾ പെർഫെക്റ്റ്ലി കുക്ക് ചെയ്യുന്ന ഇതേപോലെയാണ്. നമ്മളൊരു ബോയിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് ഒരു 13-14 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒത്തിരി നേരമായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ പറ്റുന്നത് മുട്ടയിലുള്ള അയണും സൾഫറും, മുട്ടയുടെ ഉണ്ണിയുടെ ചുറ്റിനുമുള്ള അയണും സൾഫറും ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഒരു ഗ്രീൻ അയൺ സൾഫൈഡ് ഫോം ചെയ്യും. അതാണ് ഒരു വട്ടത്തിലൊരു ഗ്രീൻ ലൈൻ, ഗ്രീൻ ഗ്രേഷ് കളറിൽ ഉണ്ണിയുടെ ചുറ്റും നമ്മൾ കാണാറുള്ള ആ ലൈന്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം ഇതേപോലെ പെർഫെക്റ്റ്ലി കുക്ക് ചെയ്താൽ. ബോയിൽഡ് എഗ്ഗ് ബ്രോഡറായിട്ടുള്ള ഭാഗം ആദ്യം ബ്രേക്ക് ചെയ്യുക. ഇതാണ് എയർ സാക്ക് എന്ന് പറയുന്നത്. എയർ ഒരു പോക്കറ്റ് വരുന്നത് ഇവിടെയാണ്. ആ ഒരു ഭാഗം കിട്ടിക്കാൻ നമുക്ക് പീൽ ഓഫ് ചെയ്യാൻ എളുപ്പമാണ്, മുട്ടയുടെ തോട് പൊളിക്കാൻ എളുപ്പമാണ്. അതേപോലെ പുതിയ മുട്ടയാണെങ്കിൽ നമുക്ക് തോട് പൊളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഈ എയർ സാക്ക് ഉള്ളത് കുറവായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തോട് പൊളിക്കാൻ പ്രയാസമാണ്. ഇച്ചിരി പഴയ മുട്ടയാണ്, തോട് നല്ല പെട്ടെന്ന് പൊളിഞ്ഞു വരുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫുൾ ബോയിൽഡ് എഗ്ഗ് ഒന്ന് സ്ലൈസ് ചെയ്ത് കാണിക്കാം.
ഇതേപോലെ കണ്ടോ, നല്ല പെർഫെക്റ്റ് യെല്ലോ ആണ്, ഒട്ടും ഗ്രീൻ ലൈൻ ഒന്നും ഫോം ചെയ്യാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. വൈറ്റ് നല്ല ജസ്റ്റ് നല്ല ഒട്ടും റബ്ബറി അല്ലാതെ ഒരു സോഫ്റ്റ് ടെക്സ്ചറിലായിരിക്കും കിട്ടുക. ഇതും സോൾട്ടും പെപ്പറും ഇട്ട് സെർവ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം. കുറച്ച് ബട്ടർ, ഒത്തിരി ചൂടാകുന്നതിന് മുമ്പ് നമ്മൾ മുട്ടയിടും. ഞാൻ ഈ റിങ്ങിലേക്കാണ് ഇടുന്നത്. റിങ്ങിന് പകരം ഡയറക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇടാം. ഇതാകുമ്പോൾ ഷേപ്പ് ഒന്നുകൂടെ റീറ്റെയിൻ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ലോ ഹീറ്റിലാണ് വെച്ചേക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം 2 മിനിറ്റ്. 2 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ വൈറ്റ് സെറ്റായി, യോക്ക് ഇച്ചിരി റണ്ണി ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കുക്കിംഗ് ടൈം അങ്ങോട്ടേക്കോട്ട് മാറ്റാം. ഇപ്പം യോക്ക് നിങ്ങൾക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 2 മിനിറ്റും കൂടെ അടച്ചു വെക്കുക. ഞാൻ ഈ ഒരു രീതിയിലാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് നമുക്ക് എടുക്കാം. പെർഫെക്റ്റ്ലി കുക്ക്ഡ് ബുൾസൈ ആണ്, റണ്ണി യോക്കാണ്, വൈറ്റ്സ് പെർഫെക്റ്റ്ലി സെറ്റാണ്. സെർവ് ചെയ്യുന്നതിന് മുമ്പ് പിഞ്ച് ഓഫ് സോൾട്ട്, കുറച്ച് കുരുമുളക് പൊടി. നമുക്ക് നല്ല ടോസ്റ്റിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ നല്ലതാണ്. അടുത്തായിട്ട് ഞാൻ ഷെയർ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് സ്ക്രാമ്പിൾഡ് എഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പം അതിനായിട്ട് ഞാനൊരു ചെറിയ തവ ഹീറ്റ് ചെയ്യുകയാണ്. ഏറ്റവും ലോ ഹീറ്റിലിടുക. അതിലേക്ക് കുറച്ച് ബട്ടർ. ഇപ്പം ചൂട് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ കളറ് മാറും. കളറ് മാറാണ്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ 2 എഗ്ഗ് അതിനകത്തേക്ക് ഇടാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ സോൾട്ടും പെപ്പറും ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ യൂസ് ചെയ്ത ബട്ടർ സോൾട്ടഡ് ബട്ടറാണ്. സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെ ഭയങ്കര ചൂടാണ്. ചെറിയൊരു ചൂടാകുമ്പോൾ നമ്മൾ മുട്ടേനത്തേക്ക് ഒഴിക്കും. ഇപ്പോഴും സ്ക്രാമ്പിൾഡ് എഗ്ഗിന് നന്നായിട്ട് ബട്ടറുള്ള രുചി. ഓക്കെ, ചൂടായി. ഇതിലേക്ക് മുട്ട ചേർക്കാം. ഏറ്റവും ലോ ഹീറ്റിലാണ് വെച്ചേക്കുന്നത്. ഒട്ടും ബ്രൗൺ ആവാണ്ട് വേണം എടുക്കാൻ. നമ്മുടെ ഉണ്ണിയെല്ലാം ജസ്റ്റ് സെറ്റ് ആകുമ്പോഴത്തേക്ക് എടുക്കുക. ഓൾമോസ്റ്റ് ആയി. നല്ല ക്രീമിയാണ്. എപ്പോഴും അവർക്ക് ഇരുന്നൊരു കുക്കിംഗ് ടൈം ഉണ്ട്. അപ്പം അത് കണക്കാക്കി വേണം എടുക്കാൻ. ഈ ഒരു സ്റ്റേജിൽ എടുക്കാം. ഇതിലേക്ക് പെപ്പർ, ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൊണ്ട് ടോസ്റ്റിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. മുട്ട എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സോഫ്റ്റ് ബോയിൽഡ് വാട്ടിയ മുട്ട ഉണ്ടാക്കി പെർഫെക്റ്റ് ആയിട്ട്, അതുപോലെ ഹാർഡ് ബോയിൽഡ് എഗ്ഗ്, ബുൾസൈ, സ്ക്രാമ്പിൾഡ് എഗ്ഗ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.